ബീഹാറിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? 1990-കൾ മുതൽ തന്നെ കോൺഗ്രസിന്റെ കാലിടറുന്നതാണ് ബീഹാറിൽ നമ്മൾ കാണുന്നത്. ജയപ്രകാശ് നാരായണന്റെ വലിയ സാമ്രാജ്യമായിരുന്ന വലിയ മൂവ്മെന്റ്, ഇന്ദിരാഗാന്ധിക്കെതിരെയൊക്കെ വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ജയപ്രകാശ് നാരായണന്റെ ഒരു നാടാണ് ബീഹാർ. അതുപോലെ തന്നെ നക്സലൈറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. 10-13 കോടി ആളുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറയാൻ കഴിയില്ല, ജനസാന്ദ്രതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽപ്പെടുന്ന ബീഹാറിൽ വളരെ വലിയ തോതിലാണ് രാഷ്ട്രീയമായ മാറ്റമുണ്ടായത്. ഇവിടെ ഒരു നാൾ കൊണ്ട് രാഹുൽ ഗാന്ധി തോറ്റതോ അല്ലെങ്കിൽ തേജസ്വി യാദവ് തോറ്റതോ ഒന്നുമല്ല. 1990 മുതൽ തന്നെ കോൺഗ്രസിൻ്റെ കാലിടറി അവസാനം അത് ലാലു പ്രസാദ് യാദവ് ഒക്കെ വന്നപ്പോൾ കോൺഗ്രസ് അവിടെ അപ്രസക്തമായെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് അവിടെ സംഘടന ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളിലും ഈ പറയുന്ന പല ഘടകങ്ങൾ പല ഇക്വേഷനിലും കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സംഘടന എന്ന് പറയുന്ന സംവിധാനം ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഘടന ഇല്ല? ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം, പ്രത്യേകിച്ച് നമ്മുടെ രാജീവ് ഗാന്ധിയും കൂടെ പോയതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മയും, അദ്ദേഹം വളരെ ചെറുപ്പമാണ്, ആ ചെറുപ്പക്കാരൻ്റെ കഥകളുമെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് നേതാക്കൾ പല ഘട്ടങ്ങളിൽ ഇല്ലാതായിട്ടുണ്ട്. മുമ്പും ഇല്ലാതായി. നെഹ്റുവിൻ്റെ കാലത്ത് കഴിഞ്ഞ് ഏകദേശം ഇന്ദിരാഗാന്ധിയുടെ കാലം അവസാനിക്കുന്ന സമയം തൊട്ട് കോൺഗ്രസിൽ വളർന്നു വന്ന എല്ലാ നേതാക്കളെയും വെട്ടിയിട്ടുണ്ട്. ശരത് പവാർ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെ പോലെ ബോംബെയുടെ വലിയ ദാദ ആയിട്ട് വളർന്നു വന്നതാണ് ശരത് പവാർ. അദ്ദേഹം പിന്നെ ക്ഷയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു ശരത് പവാർ. പ്രണാബ് മുഖർജി, ബംഗാളിൻ്റെ കടുവ സിംഹം എന്നൊക്കെ പറഞ്ഞ പ്രണാബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കണമായിരുന്നു. ഒരു കാരണവശാലും നരസിംഹറാവുവിനെ പോലുള്ള ആളുകളെ ഒന്നുമല്ല ആക്കേണ്ടിയിരുന്നത്. പ്രണാബ് മുഖർജി, അങ്ങനെയുള്ള നേതാക്കൾ. അതുപോലെ തന്നെ ഗുലാം നബി ആസാദ്, കാശ്മീരിൻ്റെ വലിയ സിംഹമായിട്ടുള്ള ഗുലാം നബി ആസാദ്. അതുപോലെ തന്നെ അർജുൻ സിംഗ്, മധ്യപ്രദേശിൽ നിന്നുള്ള അർജുൻ സിംഗ്, രാജേഷ് പൈലറ്റ്, സച്ചിൻ പൈലറ്റ് ടീം, അങ്ങനെ തുടങ്ങി വലിയ ഒരു സന്നാഹം, വലിയ ഒരു നേതൃത്വ നിര, തലയെടുപ്പുള്ള ഒരുപാട് പിന്നെ കേരളത്തിൽ നിന്ന് കരുണാകരൻ, തമിഴ്നാട്ടിൽ നിന്ന് കാമരാജ്, ഇങ്ങനെ തുടങ്ങിയ വൻ തലകൾ, എല്ലാ അർത്ഥത്തിലും സംഘാടന പാടവവും കഴിവും ഒക്കെയുള്ള വലിയൊരു നേതൃത്വ നിര കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും തൻപോരുമയുടെയും കുടുംബ പോരുമയുടെയൊക്കെ ഫലമായി അവരെല്ലാം ഒന്നൊന്നായി ഒഴിഞ്ഞു പോയി. ബീഹാറിൽ തലയെടുപ്പുള്ള ഒരു നേതാവ് പോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നു കോൺഗ്രസ്സിന്. സംഘടനാ തലമില്ല. ഒന്നാമത്തെ വിഷയം തോറ്റതിൻ്റെ. 10 വിഷയങ്ങളെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. രണ്ടാമത്തെ വിഷയം സൗഹൃദ മത്സരങ്ങൾ വ്യാപകമായി ഉണ്ടായിവിടെ. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ കഴിയാതെ അവസാനം തലേ ദിവസമാണ് തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സീറ്റിൽ കോൺഗ്രസ് തോറ്റു. ആ കോൺഗ്രസ് തേജസ്വി യാദവിനോട് ബലാബലം പിടിക്കേണ്ടായിരുന്നു. 10-25 ജയിക്കുന്ന സീറ്റുകളിൽ നിന്നിട്ട് ബാക്കി സീറ്റുകൾ തേജസ്വി യാദവിന് കൊടുക്കണമായിരുന്നു. തേജസ്വി യാദവിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു. എങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി മെച്ചപ്പെടുമായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചാരി അല്ലെങ്കിൽ വോട്ടധികാരി എന്നൊക്കെ പറയുന്നത് ഒരു പത്രം വായിക്കുന്ന അല്ലെങ്കിൽ TV കാണുന്ന ആളുകളെയാണ് ഈ സ്വാധീനിക്കുന്നത്. പിന്നെ പ്രകടനത്തിന് ആളുകൾ വരും. പ്രകടനത്തിന് വരുന്നവരെ കണ്ടൊന്നും ചെയ്യരുത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും കോളനികളിൽ നിന്ന്, പട്ടികജാതി പട്ടികവർഗങ്ങളിൽ നിന്ന്, വിവിധ സമുദായങ്ങളിൽ നിന്ന്, ഉയർന്ന സമുദായങ്ങളുണ്ട്, ഞാൻ വിവിധ സമുദായങ്ങൾ പറയാം, സാധാരണക്കാരൻ മാത്രമല്ല പറയാം, വിവിധ സമുദായങ്ങളിൽ നിന്ന് സംഘടിതമായി ജാഥയ്ക്ക് പോകുന്ന രീതിയുണ്ട്. അവർ പോകുന്നു, ഞാനും പോകുന്നു, ബസ്സുണ്ട്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചാണ്, അല്ലെങ്കിൽ വലിയ പ്രകടനമാണ്, രാഹുൽ ഗാന്ധിയെ കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പോകും. ആ പ്രകടനം കണ്ടുകൊണ്ട് അതാണ് വലുത് വോട്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ വിജയിയൊക്കെ വരുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് വിജയെ കാണാൻ വരുന്നത്. അവരെല്ലാം വോട്ടാകില്ല. അതുകൊണ്ട് ആൾക്കൂട്ടം ഒരിക്കലും വോട്ടല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇവരില്ല, ഈ സംഘടനയില്ല. രണ്ടാമത്, അവിടെ നിതീഷ് കുമാറിന് തൊട്ട് മുമ്പേ ജംഗിൾ രാജായിരുന്നു. 6 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, യുവാക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. വലിയ ലാ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായിരുന്നു. ബീഹാറിലും ഉണ്ടായിരുന്നു, അതുപോലെ ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജ് കൊണ്ടുവന്നുകൊണ്ട് യോഗി ആദിത്യനാഥ് വളരെ ഗൗരവതരമായ ബുൾഡോസർ രാജ് കൊണ്ടുവന്നുകൊണ്ട് അധോലോക മേഖലകളെല്ലാം ഇടിച്ചു നിരത്തി
അവിടെ ഫ്ലാറ്റാക്കി യോഗി ആദിത്യനാഥ്. അതിൻ്റെ ഒരു മെച്ചം യോഗിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ആദിത്യനാഥിന്. അതുപോലെ ഇവിടുത്തെ ജംഗൽ രാജിനെ ഇല്ലാതാക്കാൻ ശക്തമായി നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്നൊരു പേരാണ് രാംവിലാസ് പാസ്വാൻ. രാംവിലാസ് പാസ്വാൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. ബീഹാറിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കുന്നതാണ്. പണ്ട് ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ MP ആയിട്ട് മത്സരിക്കുന്ന രാംവിലാസ് പാസ്വാന്റെ റിസൾട്ട് വരുമ്പോൾ ബീഹാറിലേക്ക് ചെന്ന് രാംവിലാസ് പാസ്വാൻ എന്ന പേര് പറയുമ്പോൾ നമുക്കറിയാം 5 ലക്ഷം 10 ലക്ഷം വോട്ടിനൊക്കെയാണ് പുള്ളിക്കാരൻ ജയിക്കുന്നത്. അല്ല, പുള്ളിക്ക് ചെറിയ വോട്ടൊന്നുമില്ല. എതിരാളിക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ രാംവിലാസ് പാസ്വാൻ ജയിക്കും. ആ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളരെ വലിയ തോതിൽ യൂത്തിൻ്റെ ഒരു വോട്ടുകൾ കിട്ടും. അവർ 26-27 സീറ്റ് മത്സരിച്ച് 22 മറ്റ് ജയിച്ചിട്ടുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ്, ചെറുപ്പക്കാരനാണ് അദ്ദേഹം, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടി, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് വോട്ട് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സീറ്റ് പിടിച്ചിരിക്കുന്നത് ആ കൊച്ചു പാർട്ടിയാണ്. പക്ഷേ അവർ വലിയ ശക്തമായി പിടിച്ചു. അപ്പോൾ വ്യത്യസ്ത പാർട്ടികളെ, രാംവിലാസ് പാസ്വാന്റെ അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിയെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ BJP ശക്തമായി വിജയിച്ചു. അവർക്ക് അധികാരം വേണം എന്നുള്ളതാണ്, അല്ലാതെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള കാഴ്ചപ്പാടല്ല BJPക്കുള്ളത്. ബീഹാറിൽ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതല്ല. കാരണം ബീഹാറിൽ നിന്ന് 40 സീറ്റ് ലോകസഭയിലേക്കുണ്ട്. ആ 40 സീറ്റ് പിടിച്ചുകൊണ്ട് ലോകസഭയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് BJP മുമ്പോട്ട് പോയത്. അതിൻ്റെ മോഡി മാജിക്കാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. പിന്നെ 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്ത ഒരു കഥ പറയുന്നു. അത് അപ്പുറത്ത് ഉത്തർപ്രദേശിൽ കൊടുത്തിട്ടുണ്ട്, മധ്യപ്രദേശിൽ കൊടുക്കുന്നു. അത് പെൺകുട്ടികൾക്കുള്ള സഹായമായിട്ട് കൊടുക്കുന്നു, വനിതകൾക്കുള്ളതായിട്ട് കൊടുക്കുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു. പെൺകുട്ടികൾക്ക് വലിയ സഹായമാണ് കൊടുക്കുന്നത്. വനിതകൾക്ക് ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് ഫ്രീ ആണ്, സൗജന്യമാണ്. പിന്നെ ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സുരക്ഷാ പദ്ധതി 1000 രൂപ വെച്ച് മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്ക് ആ മാസം കുറച്ച് ആളുകൾക്ക് അത് കിട്ടും. അത് അവർക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കുന്ന പരിപാടി കേരളത്തിൽ നടപ്പിലാക്കി. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 ആക്കി. ആശാ വർക്കേഴ്സും അംഗനവാടികൾ എല്ലാവരുടെയും സാലറി അല്ലെങ്കിൽ ഇമോണിമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ കൺസോളിഡേറ്റഡ് പേ 1000 രൂപ കൂട്ടി. അങ്ങനെ സാക്ഷരതാ പ്രവർത്തനം. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബറിൽ വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒക്ടോബർ 29 കേരള ക്യാബിനറ്റ് മന്ത്രിസഭ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. DA കൊടുക്കേണ്ടതാണ്. ഞാൻ പറയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു, പുതിയ ആനുകൂല്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ സർക്കാരുകളും ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത് ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി, ജാട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി, മതരാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിപ്പോവുകയാണ്. അതിൻ്റെ പരീക്ഷണശാലകളായി ബീഹാർ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിംസിലുള്ള ഒരു വിഭാഗം മാത്രമാണ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ള ഒരു വിഭാഗം മാത്രമാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളൂ. മുസ്ലിംസിലെ സാധാരണ ജനങ്ങൾ ഒരുപാട് പേരും BJPക്ക് വോട്ട് ചെയ്യാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളവരും ധാരാളം പേർ BJPക്കും NDAക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സീറ്റ് നാമമാത്രമായി. അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ തേജസ്വി യാദവിൻ്റെ അത് വളരെ കുറഞ്ഞു. എല്ലാം കൂടി 40 സീറ്റിനകത്താണ് കിട്ടിയിരിക്കുന്നത്. 203 സീറ്റും പിടിച്ചിരിക്കുന്നത് NDA സഖ്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ BJP ആണ് ഇനി ജയിക്കാൻ പോകുന്നത്. കാരണം നിതീഷ് കുമാറിനേക്കാൾ സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് BJP പറയുന്നിടത്ത് നിതീഷിന് നിൽക്കേണ്ടി വരും. അതാണ് അവിടെ നൽകുന്ന പാഠം, ബീഹാർ നൽകുന്ന പാഠം. നിതീഷ് മുഖ്യമന്ത്രിയാണെങ്കിലും 2 ഉപമുഖ്യമന്ത്രിമാർ കാണും. അതുപോലെ തന്നെ നല്ല വകുപ്പുകളൊക്കെ BJP വാങ്ങാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മോഡിയുടെ കയ്യിൽ തന്നെയാണ് റിമോട്ട് കൺട്രോൾ എന്നുള്ള നിലയിൽ ബീഹാറിനെ BJPക്ക് പരുവപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം പഠിക്കുകയും അതിൻ്റെ സംഘടനാ പാഠവും പഠിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ SIR, വോട്ട് ചാരി, വോട്ട് കോരി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തർക്കിച്ചുകൊണ്ടിരുന്നാൽ കാലിനടിയിലെ മണ്ണ് വീണ്ടും ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കും.